ഗൈസ്, ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രേതം. എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട് ഗൈസ്. അത് പവർഫുൾ വണ്ടിയാണ്. അപ്പം നമ്മുടെ വണ്ടി നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമുക്കങ്ങോട്ട് പോകണം. ആ വീടുള്ള നമ്മുടെ ബൈക്ക് എവിടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് പവേഴ്സുണ്ട്. നമ്മൾ പച്ച ഗോസ്റ്റ് റൈഡറാണ്. നമുക്കങ്ങോട്ട് പോകാം. ഈ ബൈക്കിൻ്റെ പവേഴ്സൊക്കെ ഉണ്ട്. ആ പവേഴ്സ് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ആ സൂത്രത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ആ സൂത്രം കാണിക്കില്ല, ഞാൻ കഴിഞ്ഞിട്ടേ ആ സൂത്രം ഞാൻ കാണിക്കുള്ളൂ. അപ്പം നമ്മൾ പോവാണ്. അവനെ പിടിക്കാം. 3, 2, 1 ഗോ. ഇതൊരു പവറാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിടിച്ചപ്പോൾ ഇതാണ് ഗൈസ് പറഞ്ഞ കേട്ടാ, ഒടുക്കത്തെ പറച്ചിലല്ലേ. ഞാൻ തലയും കൊത്തി വീണതേ ഉണ്ട്. ഇനി ഞാൻ സൂത്രം കാണിച്ചു തരാം. ഞാൻ കൂവിയാന്ന് മതി, കൊക്കരക്കോ. നമ്മുടെ വണ്ടി അങ്ങോട്ട് വരും. അത്യാവശ്യം വെയിറ്റ് ചെയ്യും ഗൈസ്, എന്നാലേ അത് വരുള്ളൂ. ഫോണൊന്ന് എടുക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്ക് അതൊന്ന് എടുത്ത് നോക്കട്ടെ ഞാൻ, എന്നാലേ ഇത്തിരി പോയിട്ടുള്ളൂ. നമ്മൾ ആ വിളിച്ചിട്ട് വന്നില്ല ഗൈസ്. ഞാൻ ഫ്രണ്ട് നിമിഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് വന്നതാണ്. ഇവൻ്റെ പേരാണ് രാജേഷ്. ഇവൻ്റെ അടുത്തോട്ട് ഞാൻ വന്നതാണ്. എടാ, നീ എന്തോന്ന കാര്യം പറ ഗൈസ്. ഇവനെന്തോന്ന് പറ്റി, എനിക്കെന്തോ പറ്റി. ഇവൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയട്ടെ. നമ്മുടെ ചേച്ചി ഒരു ഗോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഗോസ്റ്റിന് സൂപ്പർ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ പേരാണ് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്നാണ് പേര്. നമ്മൾ ഫസ്റ്റ് അത് രാത്രിയായി അടിച്ച് മാറ്റാൻ പോവാണ്. പക്ഷെ എൻ്റെ ലൊക്കേഷനൊന്നും അറിയില്ല. സാറിന് അടിച്ചു മാറ്റാൻ പോകുമ്പോഴല്ലേ ഒരു ചേച്ചിയും കൂടി കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് വീട്ടിൽ പോയിരിക്കട്ടെ. നമുക്ക് രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യണം. ചെയ്യാം. അതേ പറ്റുള്ളൂ. നേരത്തെ അങ്ങോട്ട് പോയാൽ ആ ഗോസ്റ്റ് അവൻ പിടിച്ച് നമ്മളെ കത്തിച്ചു കളയും ഗൈസ്. അത്രക്ക് കുറേ വണ്ടിക്ക്. അതിന് ഇത്തിരി കരിവ് വേണം. കരിവ് ഉണ്ടെന്നാണ് എനിക്ക് പറഞ്ഞത്. അതിന് ഇത്തിരി മോഷണം ചെയ്താൽ മതി ആ കരിവ് കിട്ടാനായിട്ട്. എല്ലാ ദിവസവും ഡെയിലി ചെയ്യാമെന്നല്ല ഗൈസ്. അതൊക്കെ എനിക്ക് മിസ്സായിരുന്നു. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം ഗൈസ്. രാത്രിയായി. അപ്പോൾ നമുക്ക് പണി പോവാം. നമ്മുടെ ഡിഫൻഡർ കാർ എടുക്കുന്നില്ല. കാരണം അത് നമ്മൾ 1 ലക്ഷം കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് ഗൈസ്. അത് കളയാനില്ല. നമുക്ക് ഈ ബൈക്ക് എടുക്കാം. ഇത് ഏതോ ഒരുത്തൻ്റെ ബൈക്കാണ് ഗൈസ്. എനിക്ക് വരിയിൽ നിന്ന് കിട്ടിയതാ. ഇത് എടുക്കാറ്. എനിക്ക് ഇത്തിരിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ബൈക്കില്ല അവിടെ ഇരിക്കണേ. നമുക്ക് ഫസ്റ്റ് ആ ലൊക്കേഷനിലൊന്ന് പോയി നോക്കാം. അവിടെ ഞാൻ പോണ ലൊക്കേഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഇതൊന്നും കാണാൻ പറ്റില്ല. വീടൊന്നും കാണാൻ പറ്റില്ല. അത് ഇമ്പസിലാണ്. അതൊരു ഞാൻ പറഞ്ഞ ചേച്ചിയാണല്ലോ ഇവിടെ ആയിരിക്കും കേസ്. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത്തിരി വേണ്ട ഓടിപ്പോകാം കൈസ്. എന്നിട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വീടൊന്നുമില്ല. സത്യം കൈസ്, ഇവിടെ വീടൊന്നുമില്ല. കണ്ടില്ലേ, ഒരു വീട് പോലും ഇല്ല. നമുക്കവിടെ വീടെവിടെ ഉണ്ടോ നോക്കണം. ഈ വീട് ഇപ്പം കാണാൻ പറ്റില്ല. നമുക്ക് ആ ചേച്ചിയെ പോയി കണ്ടാലേ പറ്റുള്ളൂ. ഞാൻ തന്നെ ഇപ്പോൾ അഡ്ജസ്റ്റ് ടൂളൊക്കെ എടുക്കണേ അല്ലേ ഗൈസ്. ഞാൻ തന്നെ ചുമ്മാ അഡ്ജസ്റ്റ് ടൂൾ എടുത്ത് വെച്ചാൽ ഇവിടെ വല്ല ആ ഗോസ്റ്റ് ഈ ഗൈസ് അവിടെ ഗോസ്റ്റ് വണ്ടി പോയി. എന്താട്ടോ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ ആയെങ്കിൽ വിചാരിക്കും അവിടെ നമ്മുടെ ഗോസ്റ്റ് റൈഡർ കുറവാണ് ഗൈസ്. അല്ല, നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് ആ ചേച്ചി എടുത്തോട്ട് പോവാം. ലൊക്കേഷൻ കഴിക്കണ്ടേ, അല്ലാണ്ട് വല്ല ഗുണമുണ്ടോ? രാവിലെ ആവണതിന് മുമ്പില്ലേ അങ്ങോട്ട് പോകണം. ആ ചേച്ചി നമ്മുടെ ജംഗ്ഷൻ്റെ എവിടെയായിട്ട് കാണും. ജംഗ്ഷൻ്റെ എവിടെയാണ് സാധാരണ നിൽക്കാറ്. ചേച്ചി കിട്ടും നോക്കാം. എനിക്ക് ചേച്ചി ചിലപ്പോൾ നമ്മുടെ ഈ ജംഗ്ഷൻ്റെ ഇവിടെ ഗൈസ് ജംഗ്ഷൻ്റെ ഇവിടെ നിൽക്കണമല്ലേ. ഹേയ് ചേച്ചി, ഓടാ അവിടത്ത്. ചേച്ചി ലൊക്കേഷൻ നീ പോയെടുത്താ? യെസ്, നമ്മൾ പോയെടുത്താണ് ലൊക്കേഷൻ ഉള്ളത്. ഞാനവിടെ പക്ഷെ നോക്കിയിട്ട് കണ്ടൊന്നുമില്ലല്ലോ. ഞാൻ കണ്ടില്ല കേട്ടോ, സത്യം പറയാം. ഞാൻ അവിടെ കുറച്ചുകൂടെ വണ്ടി ഒന്നും കണ്ടില്ല. അവിടത്തെ എങ്ങനെ ഒന്നാടി പോയി നോക്കാം. ഗൈസ് അവിടെ വീടിരിക്കണം.
നമ്മുടെ ഗോസ്റ്റർ ബോയ്ക്ക് ഇത് ഇവിടെ ഇരിക്കണം. ഗോസ്റ്റർ ബോയ്ക്കല്ലേ ഇവിടെ ഇരിക്കണേ? അതെ ഗൈസ്, ഗോസ്റ്റർ ബോയ്ക്ക് നമ്മൾ ഈ വണ്ടി കയറിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യും? നമുക്ക് പോവാം. നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. പോട്ടെ ഗൈസ്, ഞാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോലെ എയർപോർട്ടിലുള്ള സ്ഥലമുണ്ടോ നോക്കാം. അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അയ്യോ, ഇടിക്കല്ലേ വണ്ടി ഇടിക്കല്ലേ ഈശ്വരാ, വണ്ടി ഇടിക്കല്ലേ എയർപോർട്ടിൽ, വണ്ടി ഇടിക്കല്ലേ. വണ്ടി ഇടിച്ചു. ബാക്കി ഫയറായിട്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ കൂടി പോകണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തീക്ക് ഇത് കത്തിച്ചാളാൻ പറ്റുമല്ലോ. പിന്നെന്താ അത് പോകാത്ത? നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു.